ഓക്കെ, വെൽക്കം ബാക്ക് ടു പ്രണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് തമിഴകത്തിൻ്റെ ഒരു നായകനെപ്പറ്റിയാണ്. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. വേറെ ആരുമില്ല, തല എന്ന് വിളിക്കുന്ന അജിത് കുമാർ. പുള്ളിയുടെ ബർത്ത്ഡേ ആണെന്ന് ആദ്യമായി തന്നെ അജിത് കുമാറിന് ഒരു ഹാപ്പി ബർത്ത്ഡേ അജിത് സാർ. അപ്പം നമുക്ക് കുറച്ച് അജിത് കുമാർ നായകൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം, പരിശോധിക്കാം. അതായത് ഇദ്ദേഹം ജനിക്കുന്നത് 1971 മെയ് 1 ജനിക്കുന്ന. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി സുബ്രഹ്മണ്യം, അമ്മ മോഹിനിയുമാണ്. ഇദ്ദേഹം 3 സഹോദരങ്ങളിൽ രണ്ടാമയാണ് ഇയാൾ ജനിക്കുന്നത്. 2 സഹോദരങ്ങളായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അനൂപ് കുമാറും അനിൽകുമാർ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇദ്ദേഹം തൻ്റെ 10ാം ക്ലാസ് വരെ ആശാൻ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ച് പൂർത്തിയാക്കി. പഠനങ്ങളൊക്കെ അവിടെയാണ് പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം 1990 തൊട്ട് 98 വരെ ഒരു ഹീര രാജഗോപാൽ എന്ന് പറഞ്ഞ ഒരു നായികയുമായിട്ട് ഇയാൾ ഒരു ഡേറ്റിങ്ങിലായിരുന്നു, ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ. ആ 98 അതുകൂടെ അതങ്ങ് അവസാനിക്കുകയാണ് ചെയ്തത്. ആ ഒരു ബന്ധം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് 1999 അമർക്കളം എന്ന് പറയുന്ന സിനിമയെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വൈഫായ ശാലിനിയെ ഇദ്ദേഹം കാണുന്നതും അവർ തമ്മിൽ പ്രേമത്തിലാവുന്നതും ഒക്കെ അവിടെ ചേർന്ന് അത്യാവശ്യം ഒരു ഡേറ്റിങ്ങിലൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് തരുന്ന സൂചനകളും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ജൂൺ 99 ആ ഒരു വർഷത്തിൽ ആണ് അജിത്ത് ശാലിനിയെ പ്രപ്പോസ് ചെയ്യുന്നതും. അത് കഴിഞ്ഞിട്ട് 2000 ഏപ്രിൽ ചെന്നൈയിൽ വെച്ചായിരുന്നു ഈ ഒരു അജിത്തിൻ്റെയും ശാലിനിയുടെയും ഒരു വെഡ്ഡിങ് ഒക്കെ നടന്നത്. ആ ഒരു ഡേറ്റ് അന്നായിരുന്നു. ഇവർക്ക് 2 കുട്ടികളാണ് അവർക്കുള്ളത്. ഒരു മോനും ഒരു മോളും. മോളെ പേര് അനുഷ്ക കുമാർ, മോൻ്റെ പേര് അദ്വിക് കുമാർ. ഇതാണ് അജിത്തിൻ്റെ ശാലിനിയുടെയും 2 മക്കളുടെ പേര്. അജിത് കുമാറിൻ്റെ ഒരു സിനിമാ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1990 ഒരു എൻ വീട് കണവർ എന്ന് പറയുന്നൊരു സിനിമയിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഒരു ചൈൽഡ് റോളായിട്ട് ഇങ്ങനെ എത്തുന്നത്. 90 ഇങ്ങനെ ആദ്യമായിട്ട് എത്തുന്ന ഒരു ചെറിയൊരു റോളാണ് ചെയ്തുകൊണ്ടിരുന്നത്. നായകനായിട്ട് അജിത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1993 ഇറങ്ങിയ അമരാവതി എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് അജിത്ത് നായകനായിട്ട് വരുന്നത്. അതേ വർഷം തന്നെ ഇദ്ദേഹത്തിന് തെലുങ്കിലേക്കും ഒരു സിനിമയിലേക്ക് കിട്ടുകയാണ്. പ്രേമപുസ്തകം എന്ന് പറയുന്ന ഒരു സിനിമയിൽ തെലുങ്കിലേക്കും അദ്ദേഹം നായകനായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ഇയാൾ ലൈഫിലേക്ക് ഏറ്റവും വലിയ ഒരു സംഭവം വന്ന് ഒരു 1.5 വർഷത്തേക്ക് ഗ്യാപ്പ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം മാറിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു റേസിനിടയ്ക്ക് ഇദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു ആക്സിഡൻറ്റ് പെട്ട് ഇയാൾ കിടപ്പായിരുന്നു. 1.5 വർഷം ഒരു ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കിടപ്പായിരുന്നു. അത് കഴിഞ്ഞാണ് ഇദ്ദേഹം പാസാമരങ്ങൾ, പവിത്ര എന്ന് പറഞ്ഞ ഒരു 2 സിനിമ ചെയ്യുന്ന. ഇതിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ടർ വിജയുമായിട്ട് രാജാവിൻ പാർവൈ എന്ന് പറഞ്ഞൊരു സിനിമയിൽ രണ്ടുപേരുടെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കരിയർ മാറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് നല്ലൊരു ഒരു ബ്രേക്ക് കൊടുക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ ഇങ്ങനെ ക്ലിക്കായിട്ട് വന്നത് ആസൈ എന്ന് പറഞ്ഞ ഒരു സിനിമ. 1995 ഇറങ്ങിയ ആസൈ എന്ന് പറയുന്ന സിനിമയിലാണ് ഇദ്ദേഹത്തിന് നല്ല ഒരു ബ്രേക്ക് ത്രൂ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ഒരു ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞ് ആ സിനിമയോട് കൂടി ഇദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു വരുമാനം, അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഭാഗം അയാൾക്ക് അവിടെ ലഭിക്കാനിടയായി. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലേക്കുള്ളൊരു വരുമാനവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉയർച്ചയിലേക്ക് പോവുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം സിനിമയിൽ ആദ്യമായിട്ടൊരു പടത്തിൽ ഡബിൾ റോൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ SG സൂര്യയുടെ ഒരു സംവിധാനത്തിൽ വന്ന ഒരു വാലി എന്ന് പറഞ്ഞ ഒരു സിനിമയിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഡബിൾ റോൾ ചെയ്യുന്നത്. ആ സിനിമയ്ക്ക് ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് തമിഴ്നാടിൻ്റെ മികച്ച നടനുള്ള ഒരു ഫിലിം ഫെയർ അവാർഡ് ഈ സിനിമയ്ക്ക് കിട്ടുകയാണ്. അതാണ് ആദ്യത്തെ അവാർഡ്. അതിനുശേഷം ഇദ്ദേഹത്തിന് ഹിറ്റ് ഡയറക്ടറായി ഇന്നും അറിയപ്പെടുന്ന AR മുരുകദാസ് എന്ന സംവിധായകൻ്റെ കൂടി ദീന എന്നൊരു പറഞ്ഞൊരു സിനിമ ചെയ്തു. ആ സിനിമയിലൂടെയാണ് ഇദ്ദേഹത്തിന് തല എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ, ഒരു വിളിപ്പേര് കിട്ടുന്നത്. ഇതിലാണ് തല അജിത് കുമാർ നിന്നും അറിയപ്പെടുന്ന ഒരു ടൈറ്റിൽ കിട്ടുന്നത് ഈ സിനിമയെ കൂടെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദീന ഈ ഒരു പടത്തിൽ കൂടെയാണ് കിട്ടുന്നത്. അതിനുശേഷം ഈ ഒരു സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ഒരു ഹിന്ദി സിനിമയിൽ ഷാറൂഖ് ഖാൻ്റെ ഓപ്പോസിറ്റ് റോൾ ചെയ്ത് അശോക എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഷാറൂഖ് ഖാൻ്റെ ഓപ്പോസിറ്റ് റോൾ ചെയ്ത് അത് ഭയങ്കര ഒരു ശ്രദ്ധ നേടിയൊരു സിനിമയായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഒരു 2003, 2005 കാലഘട്ടത്തിൽ ഈ സിനിമയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ഇദ്ദേഹം റേസിങ്ങിലേക്ക്, എന്നുവെച്ചാൽ കാർ റേസിങ്ങിലേക്കൊക്കെ ഫോക്കസ് ചെയ്തപ്പോൾ ഇദ്ദേഹം ഒരു കാർ റേസിങ്ങിൻ്റെ ഏതോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോർമുല 1 ചാമ്പ്യനാണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാം. ഒരു റേസിംഗ് ചാമ്പ്യനാണ് ഈ അജിത് കുമാർ എന്ന് പറഞ്ഞ ഒരു ആക്ടർ. അത് കഴിഞ്ഞ് വരലാർ എന്ന് പറഞ്ഞ സിനിമയിൽ 3 റോളാണ് ചെയ്തേക്കുന്നത്. അത് 3 പ്രത്യേകപരമായിട്ടുള്ള റോൾ ചെയ്ത് അത് ആ വർഷത്തെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയൊരു സിനിമയായിട്ട് മാറുകയും ചെയ്തു. അത്
അത് ഇദ്ദേഹത്തിന് 3ാമത്തെ ഫിലിം അവാർഡ് നേടിക്കൊടുത്ത ഒരു സിനിമയായിട്ട് മാറുകയായിരുന്നു വയലാർ എന്ന് പറഞ്ഞൊരു പടം. ആ വർഷത്തെ ഏറ്റവും മികച്ച ഒരു കളക്ഷൻ റെക്കോർഡ് നേടിയ പടവും ഇദ്ദേഹത്തിന് 3ാമത്തെ ഫിലിം ഫെയർ അവാർഡ് നേടിക്കൊടുത്ത പടവുമാണ് വയലാർ. അത് കഴിഞ്ഞ് കുറേ നാൾ ശേഷം 2 ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പ് സിനിമകൾ ഇദ്ദേഹത്തിൻ്റെ കയറി വരികയാണ്. അതായത് ഒന്ന് ഏകനും അഫ്സലും. ഈ സിനിമ ഒരു രീതിക്കും എവിടെയും മികച്ച അഭിപ്രായങ്ങളൊന്നും പറയാതെ വമ്പൻ ഫ്ലോപ്പായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടുന്ന ആ ഒരു സമയത്താണ് ഒരു ആൻറ്റി ഹീറോ സബ്ജക്റ്റ് വെങ്കട് പ്രഭു ഡയറക്ഷനിൽ എന്ന് വെച്ചാൽ പൈസ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പോലീസുകാരൻ എന്നുള്ള റോളിൽ ഇദ്ദേഹം വരുന്നത്. അതേ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെങ്കട് പ്രഭുവിൻ്റെ ഡയറക്ഷനിൽ വന്ന മങ്കാത്ത. ഈ ഒരു സിനിമ ആ വർഷത്തെ ആ തുടക്കത്തിൽ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ റെക്കോർഡിട്ട സിനിമ ആയിട്ടും ഈ മങ്കാത്ത മാറുകയായിരുന്നു. അത് വമ്പൻ ഒരു ത്രൂ ഔട്ടായിരുന്നു ഇയാളുടെ ഒരു കരിയർ തന്നെ ഏറ്റവും മികച്ച ഒരു ബ്രേക്ക് എടുത്തു കൊടുത്തു. വെച്ചാൽ ഇങ്ങനെ ഒരു നായകൻ ഉണ്ടെന്ന് പോലും അദ്ദേഹം ഇത്ര ഒരു കിടിലൻ ആക്ടറാണെന്നൊക്കെ എല്ലാവരും അറിഞ്ഞ ഒരു സിനിമയാണ് മങ്കാത്ത. ഈ ഒരു സിനിമ അദ്ദേഹത്തിന് വമ്പൻ ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ നേടിക്കൊടുത്തു. അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ 50ാമത്തെ സിനിമയും കൂടെയാണ് ഈ ഒരു മങ്കാത്ത് എന്ന് പറഞ്ഞ ഒരു സിനിമ. ഇതിൻ്റെ ഒരു പ്രൊമോഷൻ സമയത്തൊക്കെ ഇതിനകത്ത് മെയിനായിട്ടും ഈ ഒരു മങ്കാത്ത എന്ന് പറഞ്ഞ ഒരു പേരിനെക്കാട്ടിയും ജനങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന തല 50 എന്നായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞത്. ഈ ഒരു ഇതിലായിരുന്നു എന്ന് വെച്ചാൽ അജിത്തിൻ്റെ 50ാമത്തെ സിനിമ ഇതായതുകൊണ്ട് ഈ ഒരു പേരിലായിരുന്നു ഈ സിനിമ ഇങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 2015 ഗൗതം മേനോൻ്റെ സംവിധാനത്തിൽ വന്ന എന്നെ അരന്ത. ഈ ഒരു സിനിമ ആ വർഷത്തെ ഏറ്റവും മികച്ച ഹിറ്റ് പടങ്ങളിലെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ പടമാണ്. ഈ ഒരു സിനിമയിലെ പെർഫോമൻസ് കൊണ്ട് അജിത്തിനെ 63ാമത്തെ ഫിലിം ഫെയർ അവാർഡിൽ മികച്ച നടന്നുള്ള ഒരു നോമിനേഷനിലേക്ക് പരിഗണിക്കുകയാണ്. പക്ഷേ അതിൽ വിജയിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു നോമിനേഷൻ പോയി മികച്ച നടന്നുള്ള ഒരു ഫിലിം ഫെയർ അവാർഡിലേക്ക് ഈ ഒരു സിനിമയിലെ പെർഫോമൻസ് അജിത്തിനിങ്ങനെ നോമിനേഷൻ ഇങ്ങനെ പോയായിരുന്നു. ഇതൊക്കെയാണ് അജിത് കുമാർ എന്ന നടനെപ്പറ്റി നമുക്ക് ചുരുക്കത്തിൽ പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇനി എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതായത് അജിത് കുമാർ എന്ന് പറഞ്ഞ ഈ ഒരു നടനെ എല്ലാവർക്കും പരിചയപ്പെട്ടതും അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷം ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നമായ സിനിമയാണ് മങ്കാത്ത. ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് ഒരു നിലവാരം ഒരു ക്വാളിറ്റിയെ കൊണ്ട് തുടങ്ങിയ കാലമാണ് 2011 ഇറങ്ങിയ മങ്കാത്ത് എന്ന് പറഞ്ഞ സിനിമ. യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിൽ വന്ന വിളയാട് മങ്കാത്ത എന്ന് പറഞ്ഞ ഒരു സോങ്ങായിരുന്നു അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റുമായിട്ട് മാറിക്കൊണ്ടത്. പിന്നെ അങ്ങോട്ട് പോകെ ഇദ്ദേഹത്തിന് തന്നെ 2007 ആ സമയത്തൊക്കെ ബില്ല എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അത് ബില്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഈ ബില്ല എന്ന് പറഞ്ഞ സിനിമകളൊക്കെ പറ്റി നമുക്കറിയാം. ഒരുപാട് നമ്മളെ തമിഴിലും മലയാളത്തിലൊക്കെ നമ്മൾ ലാലേട്ടൻ, രജനികാന്ത് ഇവരൊക്കെ ചെയ്ത ഒരു വേഷമാണ് ബില്ല് എന്ന് പറഞ്ഞത്. അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ആണ് എന്ന് വെച്ചാൽ ഒരു വേറെ വെർഷനാണ് ഈ ബില്ല് എടുത്തത്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിൻ്റെ ഒരു പ്രീക്വലായിട്ട് അതിൻ്റെ ബില്ല 2 എന്ന് പറഞ്ഞൊരു പടം വന്നു. അതിന് മിക്സഡ് റിവ്യൂസ് ആയിരുന്നു. കാര്യങ്ങൾ കൊള്ളാമെന്നും കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയി. പിന്നെ ഇദ്ദേഹം ഒരു കോമ്പിനേഷൻ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവ എന്ന് പറഞ്ഞൊരു സംവിധാനം. എല്ലാവർക്കും സിരുത്തൈ ശിവ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ മനസ്സിലാകത്തുള്ളൂ. ആ ഒരു കോമ്പോയിൽ ഒരുപാട് പടങ്ങൾ കണ്ടിന്യൂസ് വരാൻ തുടങ്ങി. ഇപ്പം എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം വന്ന സിനിമയാണ് വീരം കഴിഞ്ഞ് പിന്നെ വേതാളം, വിശ്വാസം, വിവേകം, വിശ്വാസം, പിന്നെ അങ്ങനെ ഒരുപാട്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ശിവ അജിത്ത് കോംബോ എന്ന സിനിമയാണ്. നമ്മുടെ വിശ്വാസം. ഈ ഒരു സിനിമയാണ് ഏറ്റവും വലുത്. ഇത് ശിവ അജിത്ത് കോംബോ വന്ന ഫാൻസിന് ഒരു എൻ്റർടൈൻമെൻ്റ് ആകാനുള്ള ഒരു ശ്രമമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല ഈ അജിത്ത് എന്ന് പറഞ്ഞ ഒരു നായകൻ ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം ഈ 2009 ഇറങ്ങിയ ഒരു ആര്യയുടെ സിനിമയായിരുന്നു ഞാൻ കടവുൾ എന്ന് പറഞ്ഞൊരു പടം. ഈ സിനിമയ്ക്ക് ആദ്യമായിട്ട് ഓപ്ഷൻ അജിത്തായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ. അജിത്തിൻ്റെ അടുത്താണ് ഇതിൻ്റെ സംവിധായകൻ കഥ പറയുന്നതും അത് അജിത്തിനത് ഇഷ്ടപ്പെട്ടു. അജിത്ത് അതിനോട് വേണ്ടിയിട്ടുള്ള മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ നടത്തി മുടിയൊക്കെ നീട്ടി വളർത്തി ഒരുപാടൊക്കെ. ഈ സംവിധായകൻ്റെ ഒരു മെയിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ ഒരു സംവിധായകൻ തനിക്ക് അഭിനയിക്കുന്ന ഒരു സിനിമയിലേക്ക് ഒരാളെ വിളിക്കുമ്പോൾ ഈ ഒരു സംവിധായകൻ കഥ സ്പോട്ടിൽ വന്ന് പറയും, അതങ്ങ് ചെയ്യുക. അല്ലാണ്ട് മുൻകൂട്ടി ഒരു കഥ പറഞ്ഞ ഒരു രീതിയോ കാര്യങ്ങളോ ഒന്നും ഈ സംവിധായകനില്ല. ഈ സംവിധായകൻ മുഖാന്തരം അങ്ങനെ അജിത്തിനെ മെയിനായിട്ടൊരു ഗോസിപ്പ് ഇങ്ങനെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹവുമായിട്ട് തെറ്റിയ സമയത്തൊരു സെറ്റിൽമെൻ്റ് എന്ന നിലയ്ക്ക് അജിത്തിനെ ഒരു ഹോട്ടൽ റൂമിൽ വിളിച്ച് വരുത്തുകയും അവിടെ വെച്ച് കുറച്ച് ഗുണ്ടകളെ വെച്ച് അജിത്തിനെ അടിച്ചു എന്നുള്ള ഒരു കേസും ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. ആ സംവിധായകൻ്റെ പേര് ബാല എന്നാണ് ഈ സംവിധായകൻ്റെ പേര്. ഇദ്ദേഹം ഒരുപാട് വെറൈറ്റി കോൺസെപ്റ്റാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ പറഞ്ഞത്. ഈ ഞാൻ കടവുൾ ആദ്യം അജിത്തിന് പോയ ഒരു സിനിമയാണ്. ഇതൊരു അഘോരികളുടെയും ഒരു
ശിവഭക്തിയുടെയും കാര്യങ്ങളൊക്കെ പറയുകയും ഒരു വല്ലാത്ത ഒരു നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്ന മനുഷ്യന്മാരെന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു റോളായിരുന്നു ഈ സിനിമയിൽ ഇദ്ദേഹത്തിന് ആവശ്യം. ആ ഒരു സിനിമയ്ക്ക് അജിത്തിനെ അപ്രോച്ച് ചെയ്യും, കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു ചെയ്യാൻ വേണ്ടിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ ഒരു സ്റ്റോറിയുടെ ഒരു ഫുൾ ലൈൻ എന്താണോ അജിത്ത് കേൾക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അത് മുഖാന്തരം പറയാൻ പറ്റില്ല നമ്മൾ അങ്ങനെ തർക്കങ്ങളാവുകയും കാര്യങ്ങളാവുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇദ്ദേഹമായിട്ട് തെറ്റി. പിന്നെ ആ ഒരു സിനിമ അങ്ങനെ അങ്ങ് പോയി. അത് ആര് ഏറ്റെടുത്ത് ചെയ്തു, അങ്ങനെ ഒരു തരം ഹിറ്റായ ഒരു സിനിമയാണത്. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് പിന്നെ അജിത്തിനെ കൂടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ജനശ്രദ്ധ നേടിക്കൊടുക്കുന്ന പടങ്ങളായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ വന്ന നേർക്കൊണ്ട പറവയായിരുന്നാലും, പിന്നെ അത് കഴിഞ്ഞപ്പോൾ തുനിവാണ് വന്ന തുനിവാണെങ്കിൽ വാരിസുമായിട്ട് ഭയങ്കര ഒരു ക്ലാഷും കാര്യങ്ങളൊക്കെ ഒരു സിനിമയാണ് തുനിവെന്ന് പറഞ്ഞ ഒരു പടം. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പം ഏറ്റവും വലിയ ഒരു ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഫാൻസ് ഫൈറ്റ് എന്നൊക്കെ പോകുന്നത് അജിത്തും വിജയും തമ്മിലാണ്. ഈ ഒരു കോംബോയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഒരു ചർച്ച വിഷയമായിട്ട് മാറുന്നത്. അവിടെ ഫാൻസ് ഫൈറ്റ് മുതലാക്കപ്പെടുന്ന ഒരു പടമാണ്. രണ്ടുപേരുടെ സിനിമകൾ വന്നിട്ടാണ് അവിടെ ഏറ്റവും വലിയ ഒരു ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തുനിവ് വാരിസ് എന്ന് പറഞ്ഞ സിനിമ ക്ലാഷിൽ വന്ന സമയത്ത് ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിലൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങളും കാര്യങ്ങളും തമ്മിൽ തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി, പോലീസ് ഇടപെടേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്രയ്ക്കൊരു ഫാൻസ് ഫൈറ്റാണ് അജിത്ത് വിജയ് തമ്മിൽ എടുത്തത്. ഇത് ചുരുക്കത്തിൽ ഇപ്പം ഇത് ഫാൻസുകാരുടെ കയ്യിൽ മാത്രമുള്ള പ്രശ്നമാണ്. കാരണം നോർമൽ ലൈഫ് നോക്കുകയാണെങ്കിൽ അജിത്തും വിജയും നല്ല ഫ്രണ്ട്സാണ്. കാരണം ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതായത് വിജയുടെ ഒരു വേലായുധം സിനിമയും അജിത്തിൻ്റെ ഈ ഒരു മങ്കാത സിനിമയുടെ ഏതാണ്ടൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അന്ന് ഹൈദരാബാദിലോ എവിടെയോ ആയിരുന്നു. അവിടെ വെച്ച് ഈ ഒരു സിനിമയുടെ ഷൂട്ട് രണ്ടുപേരും ഇങ്ങനെ കണ്ടുമുട്ടുകയും അവിടെ വെച്ച് വിജയ് അജിത്തിനൊരു വാച്ച് സമ്മാനമായി കൊടുക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. ആ വാച്ചാണ് മങ്കാത്ത സിനിമയിൽ അജിത്ത് പല സീനിൽ ഉപയോഗിക്കുന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് വിജയ് തനിക്ക് ഗിഫ്റ്റ് കൊടുത്ത ഒരു വാച്ചാണ്. ഫാൻസ് ഫൈറ്റ് മുഖാന്തരം അവർ തമ്മിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ റിയൽ ലൈഫിൽ അവർ നല്ല ഒരു ഫ്രണ്ട്സായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ശത്രുക്കളോ അങ്ങനെയൊന്നുമല്ല. അതിപ്പോൾ ഫാൻസാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇവരുടെ പേരും പറഞ്ഞ് ഇങ്ങനെ ആക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഈ ഒരു കേരളത്തിലാണെങ്കിൽ ഈ ഒരു അജിത്ത് വിജയ് എന്ന് പറഞ്ഞൊരു ഫാൻസ് ഫൈറ്റ് വെക്കാനാണെന്നില്ല. ഇവിടെ മറിച്ച് സൂര്യ വിജയ് എന്ന് പറഞ്ഞ ഒരു ഫാൻസ് ഫൈറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊട്ടും ചേർച്ചയായ കാര്യമില്ല. കാരണം വിജയ്ക്ക് ഓപ്പോസിറ്റ് അജിത്തും അജിത്തിന് ഓപ്പോസിറ്റ് വിജയമാണ്. ഈ ഒരു കോമ്പാണ് തമിഴ്നാട്ടിലെ ഒരു ഫാൻസ് ഫൈറ്റ് കൊണ്ടുപോകാം. അപ്പോൾ ഇതൊക്കെയാണ് അജിത്ത് എന്ന് പറഞ്ഞ ഒരു നടനെപ്പറ്റി എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വിവരണമായിട്ട് എത്താൻ വേണ്ടി പറ്റിയത്. സോ ഇതാണ് എൻ്റെ ഒരു കണ്ടെത്തലും കാര്യങ്ങളൊക്കെ. ഇന്ന് തല അജിത് കുമാറിൻ്റെ ഒരു ബർത്ത്ഡേ ആണ്. ഇന്ന് തല അജിത് കുമാറിന് 53 വയസ്സാണെന്ന് തികയുന്നത്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ഡിയർ തല അജിത് കുമാർ സാർ എന്നും പറഞ്ഞുള്ള ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും കാണുക. തല അജിത് കുമാറിനെ പറ്റി നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. അതിനെപ്പറ്റി വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിഷയങ്ങളായിട്ടൊക്കെ വന്നിരിക്കും. ദിസ് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റു സിനിമയുടെ വിശേഷങ്ങളും അപ്ഡേറ്റും റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ അജിത് കുമാർ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അജിത് കുമാർ സാർ. ഓക്കെ.